എപ്പോഴും പലപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്നത് ഖലീൽ ജിബ്രാന്റെ ലെബനീസ് അമേരിക്കൻ റൈറ്ററാണ്, കവിയാണ്, അതുപോലെ തന്നെ ആർട്ടിസ്റ്റാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ദി പ്രോഫറ്റ് എന്നുള്ള പുസ്തകത്തെക്കുറിച്ചാണ് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്. അതിനകത്ത് തന്നെ ഒരു ഭാഗമുണ്ട്, ഓൺ ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ളൊരു ഭാഗമുണ്ട്, ഒരു കവിതയുണ്ട്. ഇത് 26 പ്രോസ് പോംസ്, അതായത് ഗദ്യ കവിതകൾ ചേർന്ന ഒരു സമാഹാരമാണ്. പക്ഷേ ഇപ്പോഴും ലോകത്തിൽ ഒരു 10 ബെസ്റ്റ് സെല്ലേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദ പ്രോഫിറ്റ് തന്നെയായിരിക്കും. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ്, അതായത് 1923 പബ്ലിഷ് ചെയ്യപ്പെട്ട പുസ്തകമാണ്. പക്ഷെ ഇപ്പോഴും അത് ഒരുപക്ഷെ നമുക്കെല്ലാം അറിയാം. നമ്മുടെ യുവജനങ്ങളുടെ സ്റ്റാറ്റസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഫോണിന്റെ സ്റ്റാറ്റസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കോട്ടെങ്കിലും തീർച്ചയായിട്ടും ഒരാഴ്ചയിൽ ഒരു 50 പേര് അല്ലെങ്കിൽ 100 പേരെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ളവർ ഇതിൽ നിന്നുള്ള കോട്ട്സ്, അദ്ദേഹത്തിന്റെ വരികൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോഴും അതുപോലെ തന്നെ പ്രസക്തിയുള്ള ഒരു പുസ്തകമുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത്, ഈ പ്രോഫറ്റ് എന്ന് പറയുന്നത് അൽ മുസ്തഫ എന്നൊരു പ്രവാചകൻ, അദ്ദേഹം ഓർഫലീസ് എന്ന സിറ്റിയിൽ 12 വർഷക്കാലം ജീവിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവിടെയുള്ള എൽഡേഴ്സ്, മുതിർന്നവർ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങളോട് എന്തെങ്കിലും കുറച്ചുകൂടി അങ്ങ് സംസാരിച്ചിട്ട് പോകൂ എന്ന് പറയുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ആ വിശുദ്ധ മൊഴികൾ വീണ്ടും കേൾക്കാനുള്ള ആഗ്രഹം അവർക്ക് മതിയാകുന്നില്ല. അവർ വീണ്ടും പറയാണ്, താങ്കൾ എന്തെങ്കിലും കുറച്ചുകൂടി ഞങ്ങളോട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അതിൽ അദ്ദേഹം പല വിഷയങ്ങളെക്കുറിച്ചാണ്, അതാണ് 26 ഗദ്യ കവിതകൾ എന്ന് പറഞ്ഞത്, പല വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും വായിക്കേണ്ടതും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിനകത്തുള്ള ഓൺ ഗുഡ് ആൻഡ് ഈവിൾ, അതായത് നന്മയെയും തിന്മയെയും കുറിച്ച് അങ്ങേക്ക് ഞങ്ങളോട് സംസാരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ആ ഒരു ഭാഗമാണ് അൽ മുസ്തഫയിലൂടെ പ്രവാചകനിലൂടെ അദ്ദേഹം നമ്മളോട് ജിബ്രാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ പ്രവാചകൻ പറയുന്ന ഇതാണ്, എനിക്ക് നിങ്ങളോട് നന്മയെക്കുറിച്ച് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ, തിന്മയെക്കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്മയെന്നൊന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരിലും നന്മയുണ്ട്, എല്ലാ മനുഷ്യരിലും, നമ്മുടെ ചുറ്റുമുള്ള എന്തിലും ഏതിലും നന്മയുണ്ട്. നന്മയുടെ ഏറ്റക്കുറച്ചിലുകളെയാണ് നമ്മൾ തിന്മ എന്ന് പറയുന്നത്. നന്മയിലുണ്ടാകുന്ന, അല്ലെങ്കിൽ നന്മയിലുള്ള ആബ്സെൻസ് ഓഫ് ഗുഡ്നെസ് എന്നാണ് പറയുന്നത്. അതായത് നന്മയിൽ ചില കുറവുകൾ, എല്ലാവരിലും പൂർണ്ണമായിട്ട് 100% ഉണ്ടാകുന്ന നിർബന്ധമില്ലല്ലോ. അപ്പോൾ ആ നന്മയിലുള്ള കുറവുകളെയാണ് തിന്മ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഏതിനെക്കുറിച്ച് മാത്രം? നന്മയെക്കുറിച്ച് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം അതിനെ ഒന്ന് പൂർണ്ണമാക്കാൻ വേണ്ടി കുറേയധികം ഉദാഹരണങ്ങളാണ് പിന്നീട് പറയുന്നത്. ആക്ച്വലി എനിക്ക് ഈ ഓൺ ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ളതിനെ 3 രീതിയിൽ വിവരിക്കാനാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാനാണ് കൂടുതലായിട്ട് ഇഷ്ടം. അതായത് 3 രീതി എന്ന് പറയുന്നത്, ഒന്ന് നന്മയുടെ പ്രാധാന്യം, എല്ലാവരിലുമുള്ള, ലോകം മുഴുവൻ കാണപ്പെടുന്ന എല്ലാ മനുഷ്യരിലും അല്ലെങ്കിൽ എന്തിലും ഏതിലും നന്മ കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവ്രി വൺ, എല്ലാവരും യുണീക്കാണ്, ഒരു വ്യക്തിയെ പോലെയല്ല മറ്റൊരാൾ, എല്ലാവരും യുണീക്കാണ്. അപ്പോൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട്, ഓരോ വ്യക്തിയിലും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് അവർക്കുള്ളത്, ഓരോ വ്യക്തിയും മറ്റൊരാളും തികച്ചും വ്യത്യസ്തനാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, ഓരോരുത്തരും അവനവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ടൈം സോൺ എന്ന് പറയുന്നത് വ്യത്യാസമുള്ളത്. നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഒരാൾ, അയ്യോ അവൻ അങ്ങനെ കിട്ടിയല്ലോ, അല്ലെ അത് ചെയ്തല്ലോ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യം, കാരണം നമ്മുടെ ടൈം സോൺ എത്തുന്നതേ ഉള്ളായിരിക്കാം. അപ്പം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക എന്നത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഓൺ ഗുഡ് ആൻഡ് ഈവിൾ അദ്ദേഹം പറയുന്നത്, നന്മയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഓൺ ലവ്, അതായത് ആൻഡ് വൺ ഓഫ് ദി എൽഡേഴ്സ് ഓഫ് സിറ്റി സെഡ്, സ്പീക്ക് ടു us ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. ഹി ആൻസേർഡ്, ഓഫ് ദ ഗുഡ് ഇൻ യു ഐ ക്യാൻ സ്പീക്ക്, ബട്ട് നോട്ട് ഓഫ് ദി ഈവിൾ. എനിക്കൊരിക്കലും നിങ്ങളോട് തിന്മയെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. അതിന്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്, പലതര സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പലതരം ആഗ്രഹങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ അതായിരിക്കാം അവരെ ആ തിന്മയിലേക്ക്, നമ്മൾ പറയുന്ന തിന്മ എന്ന വാക്ക്, അതായത് ആബ്സെൻസ് ഓഫ് ഗുഡ്നെസ്, ആ നന്മയുടെ കുറവ് ഓരോ മനുഷ്യരിലും ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. അതിന് അദ്ദേഹം 2 ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, എ ഡിവൈഡഡ് ഹൗസ്, അതായത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീട് അവിടെ നമ്മുടെ ചുറ്റും, നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ ആ വീട് എന്ന് തന്നെയല്ലേ വിളിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞതാണെങ്കിലും ഭംഗി കുറവാണെങ്കിലും നമ്മൾ അതിനെ എന്ത് പേര് വിളിക്കുന്നു? വീട് എന്ന് തന്നെ വിളിക്കുന്നു. അല്ലാതെ അത് കള്ളന്മാർ താമസിക്കുന്ന ഒരു ഗുഹ അല്ലെങ്കിൽ ഒരു വീടാണ് അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് പറയാൻ അവകാശമുണ്ടോ? ഇല്ല, അതൊരു വീട് തന്നെയാണ്. പക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്ന വലിയൊരു മണി സൗധത്തെക്കാളും ഇത്തിരി ഭംഗി കുറവെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതും എന്ത് തന്നെയാകുന്നു? വീടാണ്. അതുപോലെ തന്നെ ഒരു കപ്പൽ, രണ്ടാമത്തെ ഉദാഹരണം അദ്ദേഹം പറയുന്നു, ഒരു കപ്പൽ, അതിന് സ്റ്റിയറിംഗ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, ഇല്ലാതെയായി പോയി, മുങ്ങിപ്പോകുന്നുണ്ടോ? അത് ഇല്ല, അത് ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടന്നെന്നിരിക്കും, പക്ഷെ ഒരിക്കലും അത്
മുങ്ങിപ്പോകുന്നില്ല. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത്, എവിടെയും നന്മയുടെ കുറവുകൾ കാണും. ആ നന്മയുടെ കുറവുകളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? തിന്മ എന്ന് വിളിക്കുന്നത്. അല്ല, തിന്മ എന്നൊരു കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല എന്ന് അദ്ദേഹം അവിടെയുള്ള ജനങ്ങളോട് പറയുന്നു. നിങ്ങൾ ഏത് വ്യക്തിയിലും, എല്ലാവരിലും 100% പെർഫെക്റ്റായ മനുഷ്യനില്ല, അതുപോലെ തന്നെ 100% നന്മ എല്ലാവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുതെന്ന് പറയുന്നു. ഏത് വ്യക്തിയിലും അയാളുടെ നന്മയുള്ള ഭാഗം മാത്രം കണ്ട് സ്നേഹിക്കാൻ നമ്മൾ പഠിക്കൂ എന്ന് പറയുന്നു. ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്നത്, ഓരോന്നിൻ്റെയും ധർമ്മങ്ങൾ വ്യത്യസ്തമാണ്, നമ്മൾ അത് ചിന്തിക്കുന്നില്ല. അതായത് അതിനൊരു ഉദാഹരണം, അദ്ദേഹം ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്, റൂട്ട് ആൻഡ് ഫ്രൂട്ട്. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു സിമ്പിളായിട്ട് പറയാം, റൂട്ട് ക്യാനോട്ട് സേ ടു ദ ഫ്രൂട്ട് ബി ലൈക്ക് മീ റൈപ്പ് ആൻഡ് ഫുൾ എവറിത്തിങ് ഗിവിംഗ് ഓഫ് ദ അബണ്ടൻസ്. അതായത് റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേര് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഭൂമിക്കിടയിൽ നിന്നെല്ലാമുള്ള സാധനങ്ങളെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ റൂട്ട്? ഒന്നും കൊടുക്കുന്നില്ല. എല്ലാം ധാതുക്കളും ലവണങ്ങളും ചെടിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളെ ഇങ്ങോട്ട് സ്വീകരിക്കണം. റിസീവിങ് എന്നൊരു ധർമ്മം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതിന് ഫ്രൂട്ട് എന്താണ് ചെയ്യുന്നത്? ഫ്രൂട്ട് ഒന്നും സ്വീകരിക്കുന്നതായിട്ട് നമുക്കറിയില്ല. ഫ്രൂട്ട് എന്താ ചെയ്യുന്നത്? എല്ലാം കൊടുക്കുന്നു. അപ്പോൾ റൂട്ടിനോട് പറയാണ്, നീ എന്താ ഇങ്ങനെ? നിനക്ക് എന്നെ പോലെ ആയിക്കൂടെ? എന്നെ പോലെ ചെയ്തു നോക്കൂ. അതായത് എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശീലിക്കൂ. എല്ലാം ഇങ്ങനെ വേണം വേണം എന്ന് പറഞ്ഞ് മേടിക്കാതിരിക്കാതെ എല്ലാം കൊടുക്കാൻ ശീലിക്കൂ. അത് ശരിയാവുമോ? ഇല്ല. എന്താണ് അതിൻ്റെ റൂട്ടിന്റെ ധർമ്മം? എന്താണ്? റിസീവിങ് എന്നുള്ളതാണ് റൂട്ടിന്റെ ധർമ്മം. അതുണ്ടെങ്കിൽ മാത്രമേ ഫ്രൂട്ട് എന്നൊരു അസ്തിത്വം പോലും അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഓരോ വ്യക്തിയും അവരായി മാറുന്നതിന് അതിൻ്റെ പിന്നിൽ അവർക്കെല്ലാം ഓരോ ധർമ്മങ്ങളുണ്ട്, ഓരോ നിയോഗങ്ങളുണ്ട്. ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. ഓരോന്നിനും അതിൻ്റെതായ കാര്യങ്ങൾ നമ്മുടെ ക്രിയേറ്റർ തന്നെ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം വിശ്വസിക്കുക.